അത് സാക്ഷാൽ എം ഡി വാസുദേവൻ നായരാണ്. മറ്റേത് സാക്ഷാൽ മമ്മൂട്ടിയാണ്. കേക്ക് മുറിക്കുന്നു, അതിനുശേഷം എം ഡി വാസുദേവൻ നായർ മമ്മൂട്ടിയുടെ നെഞ്ചത്തേക്ക് ഇങ്ങനെ ചായുന്നു. ഒരു സൈലൻസിന്റെ കുറച്ച് നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്നേഹോഷ്പളമായ ഈ വലിപ്പച്ചെറുപ്പങ്ങളില്ലാത്ത ഈ എന്താണ് മലയാളത്തിന്റെ യഥാർത്ഥ ആ സംസ്കാരത്തിന്റെ ആ ഒരു എവിഡൻസ് അതേ വേദിയിൽ തന്നെ വന്നു. ഇതിന്റെ മറുപടി എന്നാണ് ഒരുപക്ഷെ ഷാഹു പ്രസാദ്. അതിനെയൊന്നും ഇത് കമ്പയർ ചെയ്ത് 40-45 വർഷമായിട്ടുള്ള ആത്മബന്ധമാണ് എം ഡിയും മമ്മൂട്ടിയും തമ്മിലുള്ളത്. അതും ഇങ്ങനെ ഒരു കാലങ്ങൾക്ക് ശേഷം അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എത്ര വർഷങ്ങൾ അവരുടെ മനസ്സിലൂടെ ആ നിമിഷം കടന്നു പോകുന്നത് അവർ ഒരുമിച്ച് നീങ്ങിയ 40-40 വർഷമാണ്. അത് ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ഈ അനാവശ്യമായ ഈ വിവാദം ഇനി ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് കാര്യം. ആസിഫ് അലി അവിടെ അങ്ങേയറ്റത്തെ പക്വതയോടുകൂടി അദ്ദേഹം അവിടെ പെരുമാറി. അതേപോലെ തന്നെ ഇപ്പം ഈ ഒരു അവസ്ഥ വന്നിട്ടായിരിക്കാം രമേശ് നാരായണനും ഇവിടെ ഇപ്പോൾ ആ സംഭവത്തിൽ തെറ്റുപറ്റി മാപ്പ് പറഞ്ഞു. സംഭവിച്ചു പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറയാനുള്ളത് പറഞ്ഞു, പ്രതിഷേധിക്കാനുള്ളത് പ്രതിഷേധിച്ചു. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടെ ഹാഷ്മി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 2018-ലെയാണോ 19-ലെയാണോ 2018-ലെയാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ദേശീയ അവാർഡിൻ്റെ ചൊല്ലിയുണ്ടായൊരു വിവാദം ഓർമ്മയുണ്ടോ? കേന്ദ്ര സാംസ്കാരിക മന്ത്രിയിൽ നിന്ന്, ആട്ടക്കാരിയായ കേന്ദ്ര സാംസ്കാരിക മന്ത്രിയിൽ നിന്ന് ഞങ്ങൾക്ക് അവാർഡ് വേണ്ട, മേടിക്കണ്ട എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ച് പോകുന്ന കുറേ മഹാന്മാർ കേരളത്തിൽ നിന്നാണ് പോയത് ഡൽഹിക്ക്. ഓർമ്മയുണ്ടോ? ഇവിടെ ഈ കേരളത്തിൽ സംഭവിച്ച കാര്യമാണത്. അന്ന് ഞങ്ങൾക്ക് പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് മാത്രം മതി, അല്ലാതെ ആട്ടക്കാരിയായ സീരിയൽ നടിയായ ഒരു സ്ത്രീയിൽ നിന്ന് ഒരു സീരിയൽ നടിയിൽ നിന്ന് അവാർഡ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ ഒരു ചരിത്രം, അങ്ങനെയും കൂടെ ഒരു ചരിത്രം ഈ കേരള സാംസ്കാരിക കേരളത്തിനുണ്ട്. നമ്മുടെ ഇത് നോക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയ വിയോജിപ്പല്ലേ സാർ? ഇതുപോലുള്ള അവഹേളനമാണോ? അത് രാഷ്ട്രീയമല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് അത് രാഷ്ട്രീയ വിയോജിപ്പാണ്. രാഷ്ട്രീയ വിയോജിപ്പോ? ഒരു കേന്ദ്രമന്ത്രിയിൽ നിന്ന് എനിക്ക് അവാർഡ് വേണ്ട എന്ന് പറയുന്നത് രാഷ്ട്രീയ വിയോജിപ്പാണോ? ഉറപ്പായും രാഷ്ട്രീയ വിയോജിപ്പ് വെക്കാമല്ലോ സാർ, ഉറപ്പായും രാഷ്ട്രീയ വിയോജിപ്പ് വെക്കാമല്ലോ. അതിനുള്ള അവകാശമുണ്ട് സാർ, അതിനുള്ള അവകാശം എല്ലാവർക്കും രാഷ്ട്രീയ വിയോജിപ്പുണ്ട്. ഇല്ല ഷാഹു പ്രസാദ് അതാ വേദിയിൽ പോയി ഇപ്പോൾ തോറ്റിരിക്കുന്ന ആ മുൻ മന്ത്രിയോട് സാർ, ഇപ്പോൾ ആ വേദിയിൽ പോയി ഇപ്പോൾ തോറ്റിരിക്കുന്ന മുൻ മന്ത്രിയെ കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ടല്ല അവർ പ്രതിഷേധം അറിയിച്ചത്. ഞങ്ങൾ ആ മന്ത്രിയിൽ നിന്ന് അവാർഡ് വാങ്ങിക്കാൻ നേരത്തെ പ്രഖ്യാപിക്കുന്നതല്ലേ? അങ്ങനെയെങ്കിൽ രമേശ് നാരായണൻ നേരത്തെ പറയാം എനിക്ക് അവാർഡ് തരേണ്ടത് എം ഡി വാസുദേവൻ നാരായണൻ പറയാം. അന്ന് ഈ കാണിച്ച കേരള താരങ്ങളുടെ അഹന്തയെയും അഹങ്കാരത്തെയും നിങ്ങൾ ന്യായീകരിക്കരുത് ഹാഷ്മി. എനിക്ക് താങ്കളെ പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ടെങ്കിലും ഒരു ജേർണലിസ്റ്റ് എന്നുള്ള എനിക്ക് അങ്ങേ ഒരുപാട് ഇഷ്ടമാണ്. ന്യായീകരിക്കരുത്. അല്ല, എന്തുകൊണ്ടാണത്? അതൊരു തൊട്ട് മുമ്പ് പ്രസിഡന്റ് കൊടുത്തോണ്ടിരുന്നതാണ് ഈ രീതിയിൽ. ഷാബു പ്രസാദ് അതൊരു തൊട്ട് മുൻപ് ഒരു പ്രസിഡന്റ് കൊടുത്തോണ്ടിരുന്ന പുരസ്കാരമാണത്. കൃത്യമായിട്ട് തലേദിവസം പ്രാക്ടീസ് വരെ നടത്തിയതാണ് ഷാബു പ്രസാദ്. അതിന് തൊട്ട് മുൻപ് വർഷം വരെ പ്രസിഡന്റ് കൊടുത്തുകൊണ്ടിരുന്ന പുരസ്കാരമാണ്. അതുകൊണ്ട് പ്രസിഡന്റ് വേണമെന്ന് ആഗ്രഹിച്ച് തെറ്റാണോ പറഞ്ഞിരുന്നതാണ് ഷാബു പ്രസാദ്? പ്രസിഡന്റ് കുറച്ചു പേർക്കേ കൊടുക്കുകയുള്ളൂ. ഈ വർഷം അദ്ദേഹത്തിന്റെ തീരുമാനമാണത്. ഷാബു പ്രസാദ് അതിന് തൊട്ട് മുൻപ് വർഷം വരെ പ്രസിഡന്റ് കൊടുത്തുകൊണ്ടിരുന്ന പുരസ്കാരം. ഇപ്പൊ രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു മഹാപദവിയാണ്. ആ ഒരു മഹാപർവ്വതമാണ്. ആ മഹാമേരുവിൽ നിന്ന് ഞങ്ങൾക്ക് പുരസ്കാരം സ്വീകരിക്കണം എന്നൊരു കലാകാരൻ ആഗ്രഹിച്ചാൽ തൊട്ട് മുൻപ് വരെയുള്ള കീഴ്വഴക്കം അങ്ങനെ ആയിരിക്കുമ്പോൾ വേണ്ട മന്ത്രി തന്നോളാം എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറയാനുള്ള അവകാശം അവർക്ക് ഇല്ലെന്നാണോ ഷാബു? ആട്ടക്കാരി എന്നതുകൊണ്ടാണോ? രാഷ്ട്രപതി ഭവന്റെ തീരുമാനമാണ്. അതേ പ്രസിഡന്റിന്റെ ആ മഹാമേരുവിന്റെ ആ രാഷ്ട്രപതി ഭവന്റെ തീരുമാനമാണ്. ഈ വർഷം ഇങ്ങനെയാണ്, അദ്ദേഹത്തിന് സുഖമില്ല, അധിക സമയം നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് സെലക്ടഡേ ഉണ്ടാവുള്ളൂ. ആ തീരുമാനത്തെയും കൂടെ ബഹുമാനിക്കാനുള്ള മഹാമേരുവിന്റെ തീരുമാനത്തെ ഈ സംഭവത്തെ ആ സംഭവത്തെ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണത്? ഒരു കലാകാരന്റെ ഏറ്റവും വലിയ ആഗ്രഹമാകും രാജ്യത്തിന്റെ അഹന്തയല്ല സാർ. അതിനെ താങ്കൾ നേരത്തെ പറഞ്ഞില്ലേ? താങ്കൾ നേരത്തെ പറഞ്ഞു എം ഡി മമ്മൂട്ടി ദൃശ്യമായിട്ട് അഹങ്കാരത്തോടെ പെരുമാറിയ താരങ്ങളും ഈ കേരളത്തിൽ അങ്ങനെ ഒരു ചരിത്രവും ഇവിടെയുണ്ട്. ഷാബു പ്രസാദ് അതിൽ തന്നെ കുറച്ച് അവാർഡ് പ്രസിഡന്റ് കൊടുക്കുന്നുണ്ട്. പോലെ എറിഞ്ഞ ഒരു മുഖ്യമന്ത്രിയും ഈ കേരളത്തിലുണ്ട്. അത് വേറെ കാര്യം. താങ്കൾ ഈ പറഞ്ഞ സംഭവത്തിൽ താങ്കൾ ഈ പറഞ്ഞ സംഭവത്തിൽ കുറച്ച് അവാർഡുകൾ, കുറച്ച് പുരസ്കാരങ്ങൾ രാഷ്ട്രപതി കൊടുക്കുന്നുണ്ട്, കുറച്ച് പുരസ്കാരങ്ങൾ സ്മൃതി ഇറാനി കൊടുക്കും. അതെങ്ങനെ ശരിയാവും?
അപ്പൊ ഈ കലാകാരൻ തോന്നില്ലേ ആ പുരസ്കാരം എനിക്ക് പ്രസിഡന്റ് കയ്യിൽ നിന്ന് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? ആ പ്രസിഡന്റിൽ നിന്ന് കയ്യിൽ നിന്ന് വേണ്ടാത്ത പുരസ്കാരം വേണ്ട എന്ന് പറയുന്നത് രാഷ്ട്രീയ അവകാശമല്ലേ? എന്നിട്ട് അതിനെ ഈ മര്യാദയോട് കമ്പയർ ചെയ്യില്ലേ സാർ? അല്ല എന്നിട്ട് നാണോ മാനോ ഇല്ലാതെ ആ കാശ് മേടിച്ച് നക്കിയല്ലോ. അതിന് പരിഷ്കരിച്ചില്ലല്ലോ. അതെന്ത് വർത്താനമാണ്? അതെന്ത് ഷാവപ്രസാദ്? അതെന്ത് വർത്താനം? രാഹുൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ശ്രീ സിദ്ദിഖ് അടക്കമുള്ളവരുടെ വളരെ പോസിറ്റീവായ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതായത് ആ ഗർവിന് നേരെ നോക്കി ചിരിച്ച ചിരിയാണ് നിന്റെ സംഗീതം ആസിഫ് അലിയെ കുറിച്ച്. സിദ്ദിഖ് സാറിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതേ ഉള്ളൂ. ഒരു കാര്യം കൂടെ, 2018 ശ്രീ സ്മൃതി ഇറാനി അവാർഡ് മേടിക്കാത്ത സംഭവമാണല്ലോ നമ്മൾ സംസാരിച്ചത്. അത് യഥാർത്ഥത്തിൽ എന്ന് ഫഹദ് ഫാസിൽ, എന്റെ സുഹൃത്തായ പാർവതി അടക്കമുള്ള ഒരുപാട് പേര് ചെയ്തു. അതൊരു പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ടാണ്. സന്ദീപ് സേൻ അടക്കമുള്ളവർ, അതായത് സന്ദീപ് സേൻ അടക്കമുള്ള എന്താ പറയണേ ദേശീയവാദികളോട്, BJP-യോട് ചാഞ്ഞു നിൽക്കുന്നവരടക്കം ആ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുകയും ഈ കാശ് അവരുടെ റൈറ്റ് ആണ്. ആ കാശ് അവരുടെ റൈറ്റ് ആണ്. പ്രസിഡന്റ് അന്ന് ഇൻടോളറൻസിന്റെ ഡിബേറ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പം സ്മൃതി ഇറാനിയുടെ നിന്ന് മേടിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഒരാൾ മേടിച്ചില്ലെങ്കിൽ അത് അവരുടെ പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റ് ആണ്. അത് അവരുടെ ആശയപരമായ പ്രത്യയശാസ്ത്രപരമായ പ്രതിഷേധമാണ്. നമ്മുടെ പാർവതി നമുക്കറിയാം, ഒരു നല്ല ലെഫ്റ്റ് ലിബറലാണ് പാർവതിയുടെ ഒരു നിലപാട് പറയാം എങ്ങനെയാണ്. അപ്പം പാർവതിയുടെ പ്രൊട്ടസ്റ്റാണ്. അത് പലപ്പോഴും ഇപ്പം VC-യുടെ ഡോക്ടറേറ്റ് സ്വീകരിക്കുന്നില്ല, അങ്ങനെ പലരുടെയും സ്വീകരിക്കുന്നില്ല. അതെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ യേശുദാസ് സാർ സ്വീകരിച്ചിരുന്നു, പിന്നീട് ജയരാജ് സാർ സ്വീകരിച്ചിരുന്നു. പക്ഷെ ആ കാശ് അവരുടെ റൈറ്റാണ്. കാര്യം അവരുടെ കലയെ ബഹുമാനിച്ച് കൊടുക്കുന്നതാണ്. അന്ന് ഈ ഇൻടോളറൻസ് ഡിബേറ്റ് എല്ലാം ഉണ്ടായിരുന്നു, അവാർഡുകൾ തിരിച്ചു കൊടുക്കുന്നു തുടങ്ങിയ ഡിബേറ്റ് ഉണ്ടായിരുന്നു. അവർ ചെയ്തതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ നമ്മൾ അത് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റിന് റെസ്പെക്ട് കൊടുക്കണം. അതിന് അതിൻ്റെതായ ഒരു ബഹുമാനം കൊടുത്ത് തന്നെ നമ്മളത് പറയണമെന്നുള്ള റിക്വസ്റ്റ് ആണ് എനിക്കുള്ളത്. കാര്യം അവർ ആശയപരമായ ഒരു നിലപാട് മുമ്പോട്ട് വെച്ച് ഫഹദ് ഫാസിൽ, പാർവതി, പല മലയാളി താരങ്ങൾ ചെയ്തില്ല. ഇൻടോളറൻസ് ഡിബേറ്റ് ഉണ്ടായിരുന്നു. സ്മൃതി ഇറാനി വലിയൊരു ഡിബേറ്റിന്റെ വക്കീലായിരുന്നു. അത് വേറെയാണ്. പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റിന്റെ പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റ് ഒക്കെ പ്രതീകാത്മകമായി പല ആവർത്തി കാണിച്ചിട്ടുണ്ട് സാർ. ഇല്ല, അങ്ങനെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ഒന്നും അല്ല ഷാവപ്രസാദ്. അങ്ങനെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ഒന്നും അല്ല. അങ്ങനെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ഒന്നും അല്ല. അവരവരുടെ രാഷ്ട്രീയ പ്രതികരണം കാണിച്ചു. അവർ നേരത്തെ പറഞ്ഞുകൊണ്ട് കാണിച്ചതാണ്. മാത്രമല്ല, അവർക്ക് നക്കാനിട്ട് കൊടുക്കുന്ന ഏതെങ്കിലും ഔദാര്യമൊന്നും അല്ല അവരുടെ പുരസ്കാരത്തുക. ഷാവപ്രസാദ്, അവർക്ക് താങ്കൾ നേരത്തെ ഉപയോഗിച്ച ഭാഷ പോലെ നക്കാനിട്ട് കൊടുക്കുന്ന എന്തെങ്കിലും ഔദാര്യമൊന്നും അല്ല. അതവരുടെ കലയെ രാജ്യം ബഹുമാനിച്ചതാണ്. താങ്കൾ ആ വാക്ക് ഉപയോഗിച്ച് മോശമായി പോയി. പോട്ടെ. അങ്ങനെ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ കേരളം നാണിച്ച് തലതാഴ്ത്തേണ്ട ഒരുപാട് ഇതുപോലുള്ള സംഭവങ്ങളുണ്ട്. അതിൽ അവസാനത്തേതാണിത് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. രണ്ട് സംഭവങ്ങളാണ് എന്നുള്ളതാണ്. കമ്പയറബിൾ അല്ല. അത് അല്ല, ഒരു കാര്യം, ഇംഗ്ലീഷിലൊരു നമുക്കൊരു പ്രയോഗമുണ്ട്, ഈ ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസ്. ഈ ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസ് പറയുന്നില്ല. അവര് ശ്രീ ശിവപ്രസാദിനോട് ഞാൻ ഒരു വരി പറഞ്ഞു. ശ്രീ ശിവപ്രസാദിനോട് ഞാൻ യോജിക്കുന്ന പോയിന്റ്, തീർച്ചയായിട്ടും സ്മൃതി ഇറാനിയുടെ അവാർഡ് അവർ മേടിക്കണമായിരുന്നു എന്നാണ് എനിക്ക് തുടങ്ങിയ പ്രയോഗങ്ങൾ കൊണ്ട് പറയുന്നത് എന്റെ പ്രശ്നം. ഒരു പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റ് നമ്മുടെ ഒരു വരി കൂടെ പറഞ്ഞു. നമ്മുടെ പാലസ്തീന്റെ വിഷയം റേസ് ചെയ്യാനായിട്ട് മറ്റേ തണ്ണിമത്തൻ ബാഗ് കൊണ്ടുപോയി. അത് ലോക ശ്രദ്ധ നേടുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ തങ്ങളുടെ ആശയപരമായ നിലപാടുകൾ അവർ വെക്കുന്നതും പുച്ഛം കാണിക്കുന്നതും രണ്ടാണ്. ഇത് മാത്രമല്ല, ഈ എന്താണ് ഇപ്പോ അവർക്ക് കൊടുക്കുന്ന പുരസ്കാരം അത് പ്രസിഡന്റ് പുരസ്കാരമാണ് സർ. അത് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴാണ് ആ പുരസ്കാരം ആ അർത്ഥത്തിൽ പുരസ്കാരമാവുന്നത്. അത് സ്മൃതി ഇറാനിയുടെ കയ്യിൽ നിന്ന് കിട്ടിയാൽ ആ അർത്ഥത്തിൽ ആ പുരസ്കാരം ആവില്ല. അതുകൊണ്ട് കൂടിയാണ് കേട്ടോ. ഒരു കാര്യം കൂടെ, ഗജേന്ദ്ര ചൗഹാനെതിരെ പ്രതിഷേധിച്ച പെൺകുട്ടിക്ക് പിന്നീട് ക്യാൻസൽ അവാർഡ് വരെ കിട്ടിയുണ്ട്. അത്രയും പ്രതിഭയുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അന്ന് അങ്ങനെ ഒരുപാട് കോണ്ടെക്സ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് മാറ്റരുത്. ഈ വേറെയാണ്.